മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 20ാമത്തെ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത് കോസ്മോസ് DB എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സർവീസിൻ്റെ ഓവർവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് ഈ പറഞ്ഞ കോസ്മോസ് DBയുടെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്മോസ് DB എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ ഒരു കോറായിട്ടുള്ളൊരു SQL നമുക്ക് API സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് JSON ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കി ഇന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും മൈക്രോസോഫ്റ്റ് അഷ്യൂറിനെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മുമ്പുള്ള സെഷൻസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ മുമ്പുള്ള സെഷൻസിൻ്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൻ്റെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലാത്തവർ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് മുമ്പത്തെ സെഷൻസ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾ റിസോഴ്സസ് ഹോം പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു പ്രാക്ടിക്കൽ സെഷൻസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് അക്കൗണ്ട് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് കോസ്മോസ് DB അക്കൗണ്ടാണ് നമുക്ക് അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കോസ്മോസ് DB ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഓൾ മെനൂസിൽ നിന്ന് കോസ്മോസ് DB എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ഫ്രീ അക്കൗണ്ടിൽ കോസ്മോസ് DB നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീ റിസോഴ്സസ് എടുക്കാം. ഫ്രീ സർവീസസ് സെർച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് കോസ്മോസ് DB നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോസ്മോസ് DB അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 400 റിക്വസ്റ്റ് യൂണിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വിത്ത് 25 GB ഓഫ് സ്റ്റോറേജ് ആണ്. ഇത്രയാണ് നമുക്ക് കോസ്മോസ് DBയുടെ ഫ്രീ അക്കൗണ്ട്, അതായത് നമുക്ക് ഈ അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിമിറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കോസ്മോസ് DBയുടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇത് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ റിസോഴ്സസും ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു റിസോഴ്സ് ഗ്രൂപ്പ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് ഗ്രൂപ്പ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ നമുക്കിപ്പോൾ കോസ്മോസ് DBക്ക് ഒരു അക്കൗണ്ട് നെയിം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ടെക് TVM കോസ്മോസ് DB എന്ന് പറഞ്ഞൊരു നെയിം ഞാനിവിടെ കൊടുത്തു. നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് API സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് സെഷനിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് എൻജിൻസ് ഈ കോസ്മോസ് DB സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റാബേസ് എൻജിനാണോ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള API സെലക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് നോർമലി ഉള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കേസിൽ നമുക്ക് വെറുതെ ഉള്ള കോർ SQL സെലക്ട് ചെയ്താൽ മതി. ഇനിയല്ല നിങ്ങൾക്ക് MongoDB ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കല്ലാതെ ഇപ്പം കസാൻഡ്ര ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലാതെ ഇനി ടേബിൾ ടൈപ്പിനുള്ള ഡേറ്റാസാണ് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ അഷ്യൂർ ടേബിൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രാഫ് മോഡലിലുള്ള ഡേറ്റാസാണ് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ ഗ്രെംലിൻ API സെലക്ട് ചെയ്യുക ഇവിടുന്ന്. അത് നിങ്ങൾ ഏത് ഡേറ്റാബേസ് ആണോ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള API സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ കോർ SQL ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ലൊക്കേഷൻ നമുക്ക് ഇന്ത്യ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെൻട്രൽ ഇന്ത്യ ഉണ്ട്. ഞാനിപ്പോൾ എന്തായിരുന്നാലും സെൻട്രൽ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. സെൻട്രൽ ഇന്ത്യ മാത്രമേ ലിസ്റ്റഡ് ആയിട്ട് ഇവിടെ കണ്ടുള്ളൂ. സെൻട്രൽ ഇന്ത്യ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഫ്രീ ടയർ അക്കൗണ്ട് ഡിസ്കൗണ്ട് അപ്ലൈഡ് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് ഞാൻ അപ്ലൈ കൊടുത്തു. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉള്ള മറ്റ് ചേഞ്ചസ് ഒന്നും ഞാനിപ്പോൾ മാറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് മൾട്ടി റീജൻ റൈറ്റ്സ് ഞാനിപ്പോൾ ഡിസേബിൾഡ് ആണ്, എനേബിൾ ആക്കുന്നില്ല. കാരണം നമുക്ക് എക്സ്ട്രാ ചാർജ് വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ഞാൻ നെറ്റ്വർക്കിങ്ങിൽ ബാക്കി എല്ലാ ടാബ്സിലും ഞാനിപ്പോൾ ഡിഫോൾട്ട് ഓപ്ഷൻ ഇട്ട് പോവുകയാണ്. ഇവിടെ ഒന്നും ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഓക്കെ, വാലിഡേഷൻ സക്സസ് ആയി കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് പ്രോഗ്രസ്സിലാണ്. നമുക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ടൈം ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഗോ ടു റിസോഴ്സിലോട്ട് പോവാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെക് TVM കോസ്മോസ് DB എന്ന് പറഞ്ഞൊരു കോസ്മോസ് DB അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ കാണിക്കും, അതുപോലെ നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പ് കാണിക്കും. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ റിസോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കാണിക്കുന്ന പോലുള്ള ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു കോസ്മോസ് DB അക്കൗണ്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമുക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കിനി അതിനകത്തൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് മെനുവിൽ നമുക്ക് ഡേറ്റ എക്സ്പ്ലോറർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഈ ഒരു മെനു നമുക്ക് മിനിമൈസ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗണിൽ എടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ന്യൂ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ന്യൂ ഡേറ്റാബേസ് സെലക്ഷൻ എടുക്കാം. ന്യൂ ഡേറ്റാബേസിൽ നമുക്കൊരു ഡേറ്റാബേസിൻ്റെ ID നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ടെക് TVM DB എന്നും പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തു, ഡേറ്റാബേസിന് ഞാനൊരു പേര് കൊടുത്തു. പ്രൊവിഷൻ്റെ ത്രോ അപ്പിട്ട് നമുക്ക് പ്രൊവിഷൻ ത്രോ അപ്പിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇനി അതിനകത്ത് കണ്ടെയ്നർ സെറ്റ് ചെയ്യുമ്പോഴും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്രൊവിഷൻ ത്രോ അപ്പിട്ട് ഇവിടെ തന്നെ ഞാൻ സെലക്ഷൻ ഓണാക്കി ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് 400 റിക്വസ്റ്റ് യൂണിറ്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഫ്രീ അക്കൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ ഞാനതൊന്നും ചേഞ്ച് വരുത്തുന്നില്ല. ഇപ്പം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് മന്ത്ലി കോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനകത്താണ് നമുക്ക് ഇനി കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ കണ്ടെയ്നറിനകത്താണ് നമ്മൾ പിന്നീട് ഐറ്റംസ് ആഡ് ചെയ്ത് തുടങ്ങുന്നത്, ഡേറ്റാസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെക് TVM DB എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇനി ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ആ ഒരു കറസ്പോണ്ടിങ് ഡേറ്റാബേസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ന്യൂ കണ്ടെയ്നർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ന്യൂ കണ്ടെയ്നർ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റാബേസ് ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഇവിടുന്ന് തന്നെ ആദ്യമേ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടും. അല്ല, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡേറ്റാബേസ് നമ്മൾ ഒരു സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റാബേസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടെയ്നറിൻ്റെ ഒരു ID കൊടുക്കാം. ഇപ്പം നമ്മളിപ്പം അത് നമ്മുടെ ടൈപ്പ് ഓഫ് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ നമ്മുടെ എയിം എന്താണെന്നുള്ള ഉദ്ദേശം അനുസരിച്ച് നമുക്ക് അതിന് പറ്റുന്ന ഒരു മനസ്സിലാവുന്ന രീതിക്ക് ഒരു പേര് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എക്സാംസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പം എൻ്റർ ചെയ്യാൻ പോകുന്നതെന്നും ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിപ്പം കണ്ടെയ്നർ IDക്ക് ഞാനിപ്പം എക്സാംസ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി പാർട്ടീഷൻ കീ കൊടുക്കാം. ആക്ച്വലി ഇത് നമ്മുടെ സാധാരണയുള്ള റിലേഷണൽ ഡേറ്റാബേസിലെല്ലാം നമ്മൾ ഒരു നമ്മളിപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ പോലെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെയ്നർ ID ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ സാധാരണ RDBMസിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പം നമ്മൾ ഒരു ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിൽ അതുപോലത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെയ്നർ ID എന്ന് പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ പാർട്ടീഷൻ ഒരു കീ കൊടുക്കണം. പാർട്ടീഷൻ കീ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്കിവിടെ എന്തെങ്കിലും ഇപ്പം ഡേറ്റാസ് നമ്മൾ ക്യൂറി ചെയ്യുന്ന സമയത്തോ അത് പാർട്ടീഷൻ കീ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ ഇത് ആക്ച്വലി പാർട്ടീഷൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ പെർഫോമൻസ് കിട്ടും നമുക്ക്. അതായത് നമ്മൾ എന്തെങ്കിലും ക്യൂറീസ് വിത്തിൻ ദിസ് കണ്ടെയ്നർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് ക്യൂറി ചെയ്യുന്ന സമയത്ത് ബെറ്റർ പെർഫോമൻസ് നമുക്ക് ക്യൂറീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാമാണ് നമ്മൾ ഈ പാർട്ടീഷൻ കീ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഈ പാർട്ടീഷൻ കീ നമ്മുടെ ഡേറ്റാസിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ പാർട്ടീഷൻ കീ ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാം ID എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഫീൽഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ കീ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡേറ്റാസ് പാർട്ടീഷൻ ചെയ്യുകയും അപ്പോൾ അത് കാരണം നമുക്ക് നമ്മുടെ പിന്നീടുള്ള ക്യൂറീസിലെല്ലാം നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡോക്യുമെൻറ്റേഷൻസ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു പാർട്ടീഷൻ കീ ഇവിടെ കൊടുത്തു. ബാക്കി ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നമുക്കിവിടെ ഓക്കെ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്കിപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരു ടെക് TVM DB എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ കണ്ടെയ്നർ ID ആണ് നമ്മൾ എക്സാംസ് എന്ന് കൊടുത്തത്. ആ എക്സാംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഡേറ്റാബേസിന് താഴെയായിട്ട് ഹൈറാർക്കിക്കൽ ഓർഡറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാംസിനകത്താണ് നമുക്കിനി ഐറ്റംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ഈ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആക്ച്വലി ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഡേറ്റാബേസിൽ. അപ്പോൾ നമ്മൾ SQL API ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് JSON ഫോർമാറ്റിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മളിവിടെ ന്യൂ ഐറ്റം എടുക്കുക. ന്യൂ ഐറ്റം എടുക്കുമ്പോൾ ഡിഫോൾട്ട് തന്നെ ഒരു ഫോർമാറ്റ് ഇവിടെ ഇങ്ങനെ വരും. ആദ്യം ID കൊടുക്കുക, അത് കഴിഞ്ഞ് റീപ്ലേസ് വിത്ത് ന്യൂ ഡോക്യുമെൻറ്റ് ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഫോർമാറ്റ് ഇവിടെ കിട്ടും. ഇപ്പോൾ ന്യൂ ഐറ്റം എടുക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് ഇവിടെ കിട്ടും. അതായത് ID ഇവിടെ കൊടുക്കുക. IDയുടെ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ റീപ്ലേസ് വിത്ത് ന്യൂ ഡോക്യുമെൻറ്റ് ID എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ID റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ എക്സാം ID എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ID ഞാനിവിടെ കൊടുക്കുകയാണ്. എക്സാം ID ഇവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിളിന് നമ്മുടെ ഡേറ്റ ഞാനിപ്പം എക്സാം ID ആയിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ AC900 എന്നും പറഞ്ഞ് നമ്മുടെ ഒരു എക്സാം ID ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡേറ്റയായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എക്സാം നെയിം കൊടുക്കാം നമുക്ക്. ഇതെല്ലാം ഞാനൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ഒരു ഡേറ്റ ഇതിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യാം JSON ഫോർമാറ്റിൽ നിന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ എക്സാം നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ Azure ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഐറ്റത്തിൽ ഞാനിപ്പോൾ ഡേറ്റ ഞാൻ എൻ്റർ ചെയ്തു JSON ഫോർമാറ്റിൽ. അപ്പോൾ ആദ്യത്തെ കീ
ആയിട്ട് ഞാനിപ്പോൾ എക്സാം ഐ ഡിയും കൊടുത്തു, രണ്ടാമത് ഞാൻ എക്സാം നെയിമും കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു JSON ഡോക്യുമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സാം ഐ ഡി എന്ന് പറഞ്ഞ് കൊടുത്തു, അത് കഴിഞ്ഞ് എക്സാം നെയിമും കൊടുത്തു. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഞാൻ രണ്ടെണ്ണം ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സേവ് കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു ഫസ്റ്റ് ഐറ്റം നമുക്കിവിടെ സേവ് ചെയ്തിരിക്കുകയാണ്. ഐറ്റംസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു ഐ ഡിയും അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എക്സാം ഐ ഡി എന്നും പറഞ്ഞിട്ട് ഒരു കീ, നമ്മളിപ്പോൾ ഒരു പാർട്ടീഷൻ കീ കൊടുത്തത്, അപ്പോൾ അതിനകത്ത് ആ ഒരു ഡേറ്റ നമ്മൾ കൊടുത്ത ഡേറ്റ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്കിവിടെ വീണ്ടും ന്യൂ ഐറ്റം കൊടുക്കുക. ഇവിടെ നമുക്ക് പാർട്ടീഷൻ കീ ഞാനിപ്പോൾ അത് തന്നെയാണ് കൊടുക്കുന്നത്, എക്സാം ഐ ഡി എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ എക്സാം ഐ ഡി നമുക്ക് വേറെ രണ്ടാമത്തെ ഒരു എക്സാമിൻ്റെ ഐ ഡി കൊടുക്കാം. നമുക്ക് AC104 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതൊരു NoSQL സ്കീമാലെസ് മോഡലാണ്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഒരേ സ്കീമ തന്നെ ഫോളോ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിപ്പം ഫസ്റ്റ് നമ്മൾ ഐറ്റം ആഡ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഡേറ്റാബേസിന് അകത്ത് തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഫീൽഡായിട്ട് എക്സാം ഐ ഡിയും എക്സാം നെയിമും മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് നമുക്കിപ്പോൾ ഒരേ സ്കീമ തന്നെ ഫോളോ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല, ഇത് സ്കീമാലെസ് മോഡൽ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു ഫീൽഡും കൂടെ ഇവിടെ കൊടുക്കുകയാണ്, അതായത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഫീൽഡ് കൂടെ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഫീൽഡ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പുതിയ ലൈനും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഞാനിവിടെ കൊടുത്തു അടുത്തൊരു പുതിയൊരു ഫീൽഡായിട്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിനി സേവ് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അത് സേവ് ആയി. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഐറ്റംസ് നമുക്കിവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പാർട്ടീഷൻ കീ വന്നിട്ട് നമ്മളിപ്പോൾ എക്സാം ഐ ഡി എന്നും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ ഡേറ്റാബേസ് ക്യൂറി ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് അത് ക്യൂറി ചെയ്യുന്നതിനായിട്ട്. ഇപ്പോൾ ഓപ്പൺ ക്യൂറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ മെനുവിൽ കാണാൻ സാധിക്കും. ന്യൂ SQL ക്യൂറി, ഓപ്പൺ ക്യൂറി അല്ലാതെ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ക്യൂറി എടുക്കുന്നതിനാണ് ഓപ്പൺ ക്യൂറി കൊടുക്കുന്നത്. ന്യൂ SQL ക്യൂറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ന്യൂ SQL ക്യൂറി എടുക്കുക. അവിടെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ക്യൂറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത് കഴിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യൂറീസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ക്യൂറി ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഡേറ്റാസ് റിട്രീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അതായത് നമ്മളിപ്പം കോസ്മോസ് DB എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനകത്ത് എങ്ങനെ നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യിപ്പിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് നമുക്ക് അതിനകത്തൊരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഡേറ്റാബേസിനകത്ത് നമുക്ക് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. ആ കണ്ടെയ്നറിനകത്താണ് നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് ഡേറ്റാബേസ് API ഏതാണോ സെലക്ട് ചെയ്തത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഇതിനെക്കുറിച്ചൊരു പ്രാക്ടിക്കൽ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട്. ആക്ച്വലി നമ്മളിത് ഒരു ഡെവലപ്മെൻറ്റ് ഫേസിലാണ് നമ്മളിത് കൂടുതലായിട്ട് നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഡെവലപ്മെൻറ്റ് ഫേസിലുള്ള എക്സാംസിനാണ് നമ്മളിത് നമ്മളിത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ AC900 സർട്ടിഫിക്കേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഫേസിൽ നമുക്ക് കൂടുതൽ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂവും ഇതിലെങ്ങനെ നമുക്ക് ബേസിക്കായിട്ടൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നമുക്കിനി വരുന്ന സെഷൻസിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നെങ്കിൽ നമുക്കപ്പം ഇനി കുറച്ചുകൂടെ ഡെപ്തിലായിട്ട് ഇതിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കണ്ട് കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണോ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം ഒരു ടൈം ഫിക്സ് ചെയ്ത ശേഷം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി കൂടുതൽ സെഷൻസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി പുതിയൊരു സെഷനായിട്ട് കാണാം.